സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൺമണിയുടെ വീട്ടിൽ വളരെ ലളിതമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ച മഞ്ഞൾ കല്യാണം സാഗറും കൃഷും സുജിയും കൃപമോളും ഒക്കെ അറിയുന്നുണ്ട്. അതിനെ തുടർന്ന് കൃഷും കൃപമോളും സാഗറിനെയും കൊണ്ട് ശ്രീനിവാസനെ വിളിച്ച് ഒരു നാടകം കളിക്കുന്നു. ഒരു പ്രാങ്ക് എന്ന് തന്നെ പറയാം. അപ്പോൾ വീട്ടിലൊരു കാര്യം നടന്നിട്ട് ഞങ്ങളെ അറിയിച്ചില്ല, എന്തായാലും ഞങ്ങൾ അറിഞ്ഞു എന്നും വിളിക്കാത്ത ആ ഒരു മംഗളകാര്യത്തിന് ഞങ്ങൾ വലിഞ്ഞു കയറി വരാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുമ്പം ഒരു വിധത്തിൽ ശ്രീനിവാസന് സമാധാനമാകുന്നു. ആദ്യം സാഗറിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞ ശ്രീനിവാസൻ പേടിച്ചു പോയിരുന്നു. അതിനിടയ്ക്കാണെങ്കിൽ ഓഫീസിൽ വന്ന കൺമണിയോട് മാനസ ഇടിച്ചു കയറി സംസാരിച്ച് എങ്ങനെയൊക്കെയോ ആ ഫംഗ്ഷന് മാനസയും കൂടി വരുന്നു എന്നുള്ള രൂപത്തിൽ, അതായത് കൺമണിയുടെ വായാലെ തന്നെ മാനസയെ ക്ഷണിക്കുന്നുണ്ട്. വൈകിയ സമയത്ത് വിളിക്കുവാണെന്ന് തോന്നിക്കരുത്, വൈകിട്ടത്തെ പാർട്ടിക്ക് വരണമെന്ന് വിളിക്കുമ്പോൾ മാനസ ഉറപ്പായിട്ടും വരാമെന്ന് വാക്കു കൊടുക്കുന്നു. മാനസയുടെയും ജയമോഹൻ്റെയും മനസ്സിൽ ഒരേ ഒരു പ്ലാൻ മാത്രമേ ഉള്ളൂ. ബലരാമനും മാനസയായിട്ടുള്ള വിവാഹം മുടക്കി എല്ലാവരുടെയും മുമ്പിൽ മാനസയും കുടുംബത്തെയും കൺമണിയും കൃഷിയും കൂടി ചേർന്നല്ലേ അപമാനിച്ചത്. അതിന് പ്രതികാരം എന്നോണം കൺമണിയുടെയും കൃഷിൻ്റെയും വിവാഹം മുടക്കുക എന്നതാണ് പ്ലാൻ. അതിനു വേണ്ടിയിട്ട് ജയമോഹൻ്റെ ഫ്രണ്ട് വഴി നമ്മുടെ വരുണിനെ പുറത്തിറക്കുന്നുണ്ട്. ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പേര് നമ്മുടെ വരുണാണെങ്കിൽ ജയിലിൽ കിടക്കുമല്ലായിരുന്നോ, അങ്ങനെ ജയിലിൽ നിന്ന് പുറത്ത് ചാടിക്കുന്നു. എന്നിട്ട് വരുണിനോട് എല്ലാ കാര്യങ്ങളും മാനസ ഷെയർ ചെയ്യുന്നു. അതായത് കൺമണിയുടെ വീട്ടിൽ ഇന്ന് വൈകിട്ട് എന്തോ ഒരു പാർട്ടി നടത്തുന്നുണ്ട്, മഞ്ഞൾ കല്യാണമാണെന്ന് തോന്നുന്നു. ഒരിക്കലും ആ പാർട്ടി മംഗളമായിട്ട് നടക്കാൻ പാടില്ല, അതിനു വേണ്ടിയിട്ടാണ് നിന്നെ പുറത്തിറക്കിയെന്നും ഇത്തവണ നീ ഒറ്റയ്ക്ക് പോകണ്ട, കുറച്ച് ആളുകളെയും കൂടി കൂട്ടിന് വിട്ടേക്കാം എന്നൊക്കെ പറയുമ്പം വരുണിനാണെങ്കിൽ കൺമണിയോടുള്ള ദേഷ്യത്തിന് എല്ലാത്തിനും തയ്യാറായി കൂടെ നിൽക്കുന്നുണ്ട്. അതേസമയം കൃഷിയാണെങ്കിൽ ഭയങ്കര മേക്കപ്പ്. അപ്പം കൃപമോൾ വന്ന് പറയുന്നു, ഇന്ന് കല്യാണമൊന്നും അല്ല, വെറും ഒരു പാർട്ടിയാണ്, അതിന് ഇത്രയും ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ലെന്നും പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത് കൃഷും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഒരുങ്ങി പോകുന്നത് കണ്ടിട്ട് ആൻറ്റിയമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ആൻറ്റിയമ്മ മനസ്സിൽ പറയുന്നുണ്ട്, എല്ലാവർക്കും കൺമണി മതി, ഇതിനു വേണ്ടി അവൾക്ക് എന്ത് പ്രത്യേകതയുള്ളത്, മാനസയെ മരുമകളായി കൊണ്ടുവരണമെന്നായിരുന്നു ആൻറ്റിയമ്മയുടെ ആഗ്രഹം, അതിട്ട് നടന്നുമില്ല. ബലരാമനെയും കൊണ്ടെങ്കിലും വിവാഹം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും മുടങ്ങി. അതിൻ്റെ ദേഷ്യമാണ് ആൻറ്റിയമ്മയെ അലട്ടുന്നത്. കൃഷും കുടുംബവും കൺമണിയുടെ വീട്ടിൽ വരുന്ന സമയത്ത് സാഗറിനെയും കൃഷിനെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു അതിഥി വരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ മാനസ തന്നെയാണ്. അങ്കിളെന്ന് വിളിച്ച് അവൾ സന്തോഷത്തോടെ കയറി വരുന്നത് കണ്ടിട്ട് കൃഷിനും സാഗറിനും ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട്. എന്തോ ഒരു കെണി മനസ്സിലൊളിപ്പിച്ച് വരുവാണോ, ഇനി ഈ ചടങ്ങ് കൊളമാക്കാൻ വേണ്ടിയിട്ട് അവൾ മനഃപൂർവ്വം വിളിക്കാതെ കയറി വരുവാണോ, അടുത്ത ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളെന്നാണ് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവളെ വിളിച്ച് കാണുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അതേസമയം വരുണാണെങ്കിൽ മാനസ അറേഞ്ച് ചെയ്ത ഗുണ്ടകളുമായിട്ട് കൺമണിയുടെ വീട്ടിൽ രഹസ്യമായി എത്തിച്ചേരുന്നു. അപ്പോൾ വരുണാണെങ്കിൽ ആ ഗുണ്ടകൾക്ക് നിർദ്ദേശം കൊടുത്ത് വലിയ ആളായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. ഇനി വരുണിൻ്റെ മണ്ടത്തരം കാരണം വീണ്ടും മാനസയുടെ ചതി എല്ലാവരും മനസ്സിലാക്കുമോ എന്തോ. എന്തായാലും കൺമണി നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. ധനലക്ഷ്മിയും അമ്മായിയും കൂടിയാണ് അവളെ ഒരുക്കുന്നത്. കൺമണിക്ക് വേണ്ടി സുചിത്ര വാങ്ങി വെച്ചിരിക്കുന്ന ആഭരണം ഇന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞതും പ്രകാരം ആ ആഭരണം പ്രതീക്ഷിച്ചാണ് നമ്മുടെ ധനലക്ഷ്മി ഇരിക്കുന്നത്. എങ്ങും തൊടാതെ ഒരു 10-50 പവനെങ്കിലും കാണുമെന്ന് മനസ്സിൽ വിചാരിച്ച് ആ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റാനാണോ ഉദ്ദേശമെന്ന് അറിയത്തില്ല. അതും പ്രതീക്ഷിച്ചാണ് ധനലക്ഷ്മി സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഇതിനിടയ്ക്ക് മനോജിനാണെങ്കിൽ ഒട്ടും സന്തോഷമില്ലെന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും ക്യാഷ് എല്ലാം ചിലവാക്കിയതിന് ശേഷം ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ആ ഗുണ്ടകളുള്ള അങ്ങോട്ടേക്ക് തന്നെ പോകണമെന്നാണ് മനസ്സിലെ ആഗ്രഹം. ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് അവരുടെ പണം തിരികെ കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു മനോജിൻ്റെ ആഗ്രഹം. എന്തായാലും മാനസ വിരിച്ച ആ കെണിയിൽ മാനസ തന്നെ ചെന്ന് വീഴുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.